ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കീർത്തിക പള്ളൻ. അപ്പോൾ ഇതെൻ്റെ 5th വീഡിയോ ആണ്. ഇതിന് മുന്നേ ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ +1 പഠിക്കണേ. അപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ടും അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനധികം വ്യൂസൊന്നും ഇല്ല. എനിക്കറിയാം അത് അത്ര പോരാന്നൊക്കെ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ പ്രോബ്ലംസ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എന്നെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ്. അപ്പം എങ്ങനത്തെ വീഡിയോസാണ് ഇടേണ്ടത്, ഇനി ഞാൻ എങ്ങനത്തെ വീഡിയോസാണ് ഇടേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ കൂടുതലും ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ളത് ഇടണം. അതായത് ഇപ്പം ഓരോ സ്റ്റഡി പ്ലാൻസ് പോലെ, എങ്ങനെയാണ് ഒരു ടൈം ടേബിള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് ഇനി യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒരു വെക്കേഷൻ ഡേ ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല, എനിക്ക് ശ്രമിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ വേണം എന്ന് ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു 4th ഏപ്രിൽ തൊട്ടിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനൊരു ഹാബിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് നോക്കുന്നത്. 4th ഏപ്രിൽ തൊട്ടാണ്. ഇന്നിപ്പോൾ 7th ഏപ്രിലാണ്. അപ്പം ഇതുവരെ ആയിട്ടും എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ഒന്നും ഞാൻ ചെയ്യാതെ ഉഴപ്പിപ്പോയിട്ടുണ്ട്. എങ്കിലും എന്നെ പോലെ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാം, രാവിലെ നേരത്തെ എണീക്കില്ല, കുറച്ച് രാവിലെ എണീറ്റിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ പഠിക്കാനിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം +1 സൈലത്തിൻ്റെ കിങ്സ് 11 ബാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പെൻഡിങ്സ് ഉണ്ട്. നീറ്റിൻ്റെ ക്ലാസ്സസ് കുറേ പെൻഡിങ്സ് വന്നു. കാരണം എക്സാം ടൈമിൽ എടുക്കുന്ന ക്ലാസ്സസ് ഒന്നും കാണാൻ പറ്റില്ല, എക്സാമിന് വേണ്ടി പഠിക്കണ്ടേ. അപ്പം അങ്ങനൊരു ബാക്ക്ലോഗ്സ് അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു 2 months കൊണ്ട് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീർക്കാണ് ഞാൻ മെയിനായിട്ട് ഈ വെക്കേഷൻ ഡേയ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. എൻ്റെ കയ്യിൽ ടു ഡു ബുക്കുണ്ട്. ഞാൻ +1 മുതൽ സ്റ്റാർട്ട് ചെയ്തൊരു ഹാബിറ്റാണ് ടു ഡു ഉണ്ടാക്കുന്നത്. ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. ടു ഡു ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു നമുക്കൊരു അറിയും. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരിക്കലും വേസ്റ്റായി പോവില്ല ആ ഡേ എന്ന് പറയുന്നത്. പിന്നെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടിക്കിടുമ്പോൾ ഒക്കെ ഒരു സന്തോഷമാണ് ഉണ്ടാവുക. ഇത്രയും ഞാൻ ചെയ്തു എന്നൊരു സന്തോഷം. അപ്പോൾ ടു ഡു ഭയങ്കര ഒരു ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാനത് ചെയ്യുന്നതായിരിക്കും. ടു ഡു എഴുതിയിട്ട് തന്നെ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാറ്. എന്നിട്ട് പിന്നെ ടു ഡു എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ക്ലാസ്സസ് കാണും. ഒരു 1-2 വീഡിയോസൊക്കെയാണ് മാക്സിമം കാണുള്ളൂ. അതിലപ്പുറം ഇപ്പം ക്ഷമയില്ല. കാരണം കുറേ സമയം നമുക്ക് ഉണ്ട് എന്നറിയാം. അതുകൊണ്ട് പഠിക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമുക്ക് കൂടുതലായിട്ട് സമയം ഇങ്ങനെ വെറുതെ ഇരിക്കാനാണ് തോന്നാറ്. എങ്കിലും മാക്സിമം ഞാൻ 1-2 വീഡിയോ ഒരു ദിവസം കാണും. പിന്നെ ഇപ്പോൾ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ പൂട്ടുന്ന ആ ദിവസം തന്നെ ഞങ്ങൾക്ക് റെക്കോർഡ് തന്നിട്ടുണ്ടായിരുന്നു, കെമിസ്ട്രി. അപ്പോൾ അത് എഴുതാനുണ്ട്. അതിപ്പോൾ ഇന്നലെ എൻ്റെ എഴുതി കഴിഞ്ഞു. അപ്പോൾ അതൊരു സമാധാനം. ഇനി അത് പഠിക്കണം, അത് പഠിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. ഇനി അത് കുറച്ചൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം, ഇവിടെ കുറച്ച് ബുക്സ് വായിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് 2-3 ബുക്സ് ഉണ്ട്. ബാക്കിയൊക്കെ വായിച്ച് തീരാത്ത കുറച്ച് ബുക്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ വായിക്കണം വിചാരിച്ചപ്പോൾ ഇപ്പോൾ ഈ ഒരു 2-3 ദിവസമായിട്ട് ഞാൻ വായിച്ചത് ഒലിവർ ട്വിസ്റ്റ് എന്ന ബുക്കാണ്. ഭയങ്കര രസമുള്ള ബുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥ. കുട്ടികൾക്ക് പറ്റിയ കഥയാണ്, നോവൽ പോലെയൊന്നും അല്ല, ഒരു കഥാ ബുക്കാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് വായിച്ച് തീർത്തു.
ഇനി ഞാൻ ചെയ്യാൻ വിചാരിക്കണത് +2ൻ്റെയൊക്കെ എല്ലാ സബ്ജക്റ്റിലും ആദ്യത്തെ ചാപ്റ്ററെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ അത് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ സൈലത്തിൻ്റെ ഒരു തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഫ്രീ ക്ലാസ്. അതിന് ഞാൻ ആദ്യത്തെ ദിവസം പോയി. അപ്പോൾ എനിക്ക് ബുക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും അല്ല ആദ്യത്തെ ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു ഷോർട്ട് നോട്ട് പോലെ നല്ല നോട്ടായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അടുത്ത ദിവസം മുതൽ എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം നല്ല ദൂരമുണ്ട് എനിക്ക്. രാവിലെ നേരത്തെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അടുത്ത ദിവസം മുതൽ എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം അങ്ങനെ പോയിട്ട് ആദ്യത്തെ ആ 10 ദിവസം കൊണ്ട് ഫസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ തീർക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ പോകാൻ പറ്റിയില്ല. ഇനി ഞാൻ തന്നെ പഠിക്കണം വീഡിയോസൊക്കെ കണ്ടിട്ട്. എനിക്കറിയാം ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ലീവായതുകൊണ്ട് ഒരു ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ ഇനി 2-3 ദിവസം കഴിഞ്ഞ് ഒരു 2 വീഡിയോ കൂടി വരാനൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു 2 വീഡിയോ കൂടിയൊക്കെ ഇടണം എന്നൊക്കെ. പക്ഷേ ഒരു മടിയാണ്. കാരണം അത് ഇഷ്ടത്തിൻ്റെ പുറത്ത് തുടങ്ങിയൊരു ചാനലാണ്. പക്ഷേ അങ്ങനെ ആദ്യമായിട്ട് ചെയ്യണതിൻ്റെ ഒരു പോരായ്മകളൊക്കെ ഉണ്ട്. അതിൻ്റേതായ മടിയുണ്ട്. എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ഡൗട്ടാണ്. അത് സ്റ്റാർട്ടിങ് ട്രബിളാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോയുടെ അങ്ങനെ മടിക്കണത്. ഇനി ഞാൻ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് നല്ലോണം വേണം. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അതെങ്ങനെയാണ് നിങ്ങളുടെ വെക്കേഷനൊക്കെ സ്പെൻഡ് ചെയ്യണേ, എന്തൊക്കെയാണ് ചെയ്യണേന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെന്നും പറയുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.